ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസൊണൻറ്റിൻ്റെ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഉച്ചാരണങ്ങളാണ്. ഒരു വാക്കിൽ ചില അക്ഷരങ്ങളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഉച്ചാരണത്തിലും വ്യത്യാസം വരുന്നതായി കാണാം. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഉച്ചാരണങ്ങളും വാക്കുകളും പഠിക്കാം. ബേ എന്ന അക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഇംഗ്ലീഷിലെ പി എന്ന വാക്കിന് തുല്യമായിരിക്കും. ഉദാഹരണം ഗ്രൂപ്പ്, സ്റ്റാർപ്പ്. നമ്മളതവിടെ ഒരിക്കലും ബേ എന്ന് ഉച്ചരിക്കില്ല, പകരം പി, ഒരു പായുടെ ഉച്ചാരണമാണ് അവിടെ വരുന്നത്. ഗ്രൂപ്പ്, സ്റ്റാർപ്പ്. അതുപോലെ തന്നെ ഡേ എന്ന അക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷിലെ ടീയുടെ ഉച്ചാരണമായിരിക്കും അവിടെ വരുന്നത്. ടീ എന്ന രീതിയിൽ വേണം നമ്മളവിടെ ഉച്ചരിക്കാൻ. ഉദാഹരണം കിൻറ്റ്, ഗെൽറ്റ്. അതുപോലെ തന്നെ ഗ എന്ന അക്ഷരവും ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ അത് ക എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഉദാഹരണം വേക്ക്, ലാക്ക്. ഗ എന്ന അക്ഷരം എന്നിന് ശേഷമാണ് വരുന്നതെങ്കിൽ ങ എന്ന് വേണം ഉച്ചരിക്കാൻ. ഉദാഹരണം യുങ്. നമുക്കിനി ഹ എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത നോക്കാം. ജർമ്മൻ ഭാഷയിൽ കുറേ ഹ വെച്ച് വാക്കുകളുണ്ട്, പക്ഷേ ഈ ഹ നമ്മൾ ഉച്ചരിക്കില്ല, അത് മിക്കപ്പോഴും സൈലൻ്റ് ആണ്. ഉദാഹരണം ഗേയൻ. അതൊരിക്കലും ഗേഹനല്ല, ഹ നമ്മളവിടെ ഉച്ചരിക്കില്ല, ഹ അവിടെ സൈലൻ്റ് ആണ്. ഗേയൻ, ഫ്ലീയൻ, സേയൻ. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഹ വരുന്നത് ഒരു വവലിന് ശേഷമാണ്. ഒരു വവലിന് ശേഷം ഹ വരുമ്പോൾ ഹ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് സേയും ഹായും ഒരുമിച്ച് വരുമ്പോഴുള്ള ഉച്ചാരണ രീതി നോക്കാം. ഇത് രണ്ട് രീതിയിൽ ഉച്ചരിക്കാം. ഒന്ന് സോഫ്റ്റായും ഒന്ന് ഗട്ടറൽ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ. അങ്ങനെ രണ്ട് രീതിയിൽ ഉച്ചാരണം വരുന്നുണ്ട്. സോഫ്റ്റായിട്ട് പറയുമ്പോൾ ഈഷ്, ഈഷ്. അതിൽ നമ്മൾ താഴെ കുറച്ച് വവൽസ് കൊടുത്തിട്ടുണ്ട്. ഈ വവൽസിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമ്മൾ സേഹ സോഫ്റ്റായാണ് ഉച്ചരിക്കുന്നത്. ഇനി ഗട്ടറൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വേണം അത് ഉച്ചരിക്കാൻ. ബ്യൂഹ്യർ, ആ, എ, ഓ, ഉ, യു, ഔ എന്ന വവലിന് ശേഷം വരുവാണെങ്കിൽ നമ്മൾ ഗട്ടറൽ എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഇനി നമുക്ക് കുറച്ച് ലെറ്റർ കോമ്പിനേഷൻ്റെ ഉച്ചാരണങ്ങൾ പഠിക്കാം. എസും ടേയും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഷ്ട. നമ്മൾ കഷ്ടം എന്ന് പറയുന്ന ഷ്ടായാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം ഷ്ടേൻ, ഷ്ടേൻ. അടുത്തത് എസും പേയും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഷ്പ, പുഷ്പയിലെ ഷ്പ. ഉദാഹരണം ഷ്പീൽ. എസ് സേഹ ഒരുമിച്ച് വരുമ്പോൾ അത് ഷ, ഷവർമയുടെ ഷ എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഉദാഹരണം ഷൂളെ. പേയും എഫും ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഫ. നമ്മൾ ഇംഗ്ലീഷിൽ പിയും എഫും വരുമ്പോൾ എങ്ങനെ ഫ എന്ന് ഉച്ചരിക്കുന്നോ അതുപോലെ തന്നെ ജർമ്മനിൽ പേയും എഫും വരുമ്പോൾ ഫ എന്നുള്ള ഉച്ചാരണം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഉദാഹരണം ഫേഡ്, ഫേഡ്. പേയും ഹായും ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഫായുടെ ഉച്ചാരണമാണ് വരുന്നത്, ഫോർ എന്ന് പറയുന്നത് പോലെ. ഉദാഹരണം എലഫാൻറ്റ്. ടേയും ഹായും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ടേയും ഹായും ഒരുമിച്ച് വരുമ്പോൾ താ എന്നാണ് പറയുന്നത്, പക്ഷെ ജർമ്മനിൽ അത് ടാ എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ടേക്ക് എന്ന് പറയുന്നത് പോലെ, ടേക്ക്. ഉദാഹരണം ബിബ്ലിയോതേക്ക്. ഇനി ടേ ഇ ഒ എൻ, ടേ ഇ ഒ എൻ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഇറ്റ്സിയോൺ, ഇറ്റ്സിയോൺ എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഇൻഫോമാറ്റ്സിയോൺ. നമ്മൾ എഴുതുന്നത്
ഇംഗ്ലീഷിലെ വാക്ക് പോലെ തന്നെയാണെങ്കിലും ഉച്ചാരണം വരുമ്പം ഇൻഫോമാറ്റ്സിയോൺ എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ജർമ്മനിൽ അത് ഇൻഫോമാറ്റ്സിയോൺ ആണ്. നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചപ്പോൾ ഇംഗ്ലീഷിൽ വൈയുടെ ഉച്ചാരണം ജർമ്മനിൽ യുപ്സിലോൺ ആണെന്ന് പഠിച്ചു. അത് ഉച്ചരിക്കുന്നത് നമ്മളൊരു ബൈഷ്പീലായിട്ടൊരു വാക്ക് പഠിച്ചു, യോഗ. പക്ഷേ അതൊരു വാക്കിൽ വരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം, ഒരു വാക്കിൻ്റെ രണ്ടാമതായിട്ട് വരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് നമ്മൾ പഠിച്ചില്ല. നമുക്കതിപ്പോൾ പഠിക്കാം. ഇവിടെ നമ്മളൊരു വാക്ക് കൊടുത്തിരിക്കുന്നു, ട്യൂപ്പിഷ്. യുപ്സിലോണിൻ്റെ ഉച്ചാരണം യു എന്നുള്ള രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഉദാഹരണം ട്യൂപ്പിഷ്, ഹ്യുഗീനിഷ്, ട്യൂപ്പിഷ്, ഹ്യുഗീനിഷ്. നമുക്കിനി എസറ്റിൻ്റെ ഉച്ചാരണം നോക്കിയാലോ. നമ്മൾ പഠിച്ചു എസറ്റ് വരുന്നത് എപ്പോഴും ഒരു ലോങ് വവലിനോ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ്ങിനോ ശേഷമായിരിക്കും. ഡബിൾ എസ് അല്ലെങ്കിൽ ഒരു ഷാർഫ് എസിൻ്റെ ഉച്ചാരണത്തിന് റീപ്ലേസ് ചെയ്യാനായിട്ടായിരിക്കും എസറ്റ് വരുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ലോങ് വവലും ഡിഫ്തോങ്ങിനും ശേഷം വരുന്ന ഉദാഹരണങ്ങൾ: മാസെ, ഫ്യൂസ്, ഹൈസൻ. ഷോർട്ട് വവലിൽ ഒരിക്കലും ഈ ഡബിൾ എസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് എസറ്റ് വരില്ല. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. മെസ്സെ, സ്പ്രോസെ. ഇവിടെ ഒരിക്കലും എസറ്റ് വരുന്നില്ല. എസറ്റ് വരുന്നത് എപ്പോഴും ലോങ് വവലിനോ ഒരു ഡിഫ്തോങ്ങിനോ ശേഷമായിരിക്കും. എന്നാൽ ഇതിൽ നിന്നൊരു വ്യത്യാസം ഉള്ള വാക്കാണ് ദസ്. ദസ് എന്ന് നമ്മൾ പറയുന്നത് ലോങ് ആയിട്ടാണ്. പക്ഷെ അവിടെ ഒരിക്കലും എസറ്റ് അല്ല വരുന്നത്, എസ് ആണ് വരുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദസ് എന്നത് നമ്മൾ ലോങ് ആയിട്ട് ഉച്ചരിക്കുന്നെങ്കിലും അതിന് എസറ്റ് അല്ല വരുന്നത്, എസ് ആണ്. മാറ്റങ്ങൾ വരുന്ന വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.